ശരിക്കും നിങ്ങൾ ആരാണ്? പണ്ട് ചാർലി എന്ന് പറയുന്ന മൂവിയിൽ ദുൽഖർ സൽമാൻ്റെ ഒരു ഡയലോഗ് ഉണ്ട്, ഞാനും നിങ്ങളുമൊക്കെ ആരുടെയെങ്കിലുമൊക്കെ തോന്നലാണെങ്കിലോ എന്നുള്ളത് അല്ലേ. നമ്മൾ പല സാഹചര്യങ്ങളിലായിട്ട് ലൈഫിൻ്റെ പല സ്റ്റേജുകളിലായിട്ട് ചിലപ്പോൾ നമ്മളോട് തന്നെ ചോദിക്കുന്ന ഒരു ചോദ്യമായിരിക്കും നമ്മൾ ആരാണെന്നുള്ളത്, അല്ലെങ്കിൽ നിങ്ങൾ ആരാണെന്നുള്ളത് അല്ലേ. സോ വി ഓൾ ഹാവ് ദിസ് പെർട്ടിക്കുലർ കൺഫ്യൂഷൻ. വി കോൾ ഇറ്റ് ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ. ഐഡൻറ്റിറ്റി കൺഫ്യൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ആരാണ്, നമ്മൾ എന്താണെന്നുള്ളതിനെ കുറിച്ച് പ്രോപ്പറായിട്ട് ഒരു ഡെഫിനിഷൻ നമുക്ക് തന്നെ കിട്ടാതിരിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ വേണ്ടി പോകുന്നത് ആ ഒരു കൺസെപ്റ്റിനെ കുറിച്ചാണ്, ഐഡൻറ്റിറ്റിയെ കുറിച്ചാണ്. സോ ഐ വെൽക്കം യു വൺസ് അഗെയിൻ ടു എ ഫോർ എഡ്യൂക്കേഷൻ സൈക്കോളജി ക്ലാസ്സസ്. ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് നമ്മുടെ ലൈഫിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വളരെ കുറച്ച് കാര്യങ്ങളിൽ ഒന്നാണ്. കാരണം നമുക്കൊരു ഐഡൻറ്റിറ്റി ഇല്ലെങ്കിൽ വി കനോട്ട് ബി ഹൂ വി ആർ അല്ലേ, ഡെഫിനറ്റ്ലി. സോ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഐഡൻറ്റിറ്റിയെക്കുറിച്ചാണ്. ഐഡൻറ്റിറ്റിയിൽ തന്നെ പ്രധാനമായിട്ടും ഐഡൻറ്റിറ്റിയെക്കുറിച്ച് പറഞ്ഞിട്ടുള്ള ജെയിംസ് മാർഷയുടെ ഒരു തിയറിറ്റിക്കൽ ആസ്പെക്റ്റ് കൂടിയാണ്. അദ്ദേഹം ഐഡൻറ്റിറ്റി സ്റ്റാറ്റസ് മോഡൽ എന്ന് പറഞ്ഞിട്ട് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി സ്റ്റേറ്റുകളെ കുറിച്ച് അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അതിനെക്കുറിച്ച് നമ്മൾ ഡിസ്കസ് ചെയ്യും. ജെയിംസ് മാർഷിയയിലേക്ക് പോകുന്നതിന് മുന്നേ ജെയിംസ് മാർഷിയ ആരുടെ വർക്കിലാണ് ആ ഒരു കൺസെപ്റ്റ് മോഡല് ബിൽഡ് ചെയ്തിട്ടുള്ളത് എന്ന് നമുക്ക് നോക്കേണ്ടതായിട്ടുണ്ട്. ഓക്കെ, ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന ഒരു സ്റ്റേജ് എറിക് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജസിലുണ്ട്. അതായത് ഒരു കുട്ടി ഏകദേശം പ്യൂബേർട്ടി ഒക്കെ ആവുന്ന സമയം മുതലുള്ള ഒരു കാലഘട്ടത്തിനെ കുറിച്ചാണ് അതിൽ പറയുന്നത്. ഓക്കെ, ഒരു കുട്ടി ആ ഒരു സമയത്ത്, ഒരു കുട്ടി എന്ന് പറഞ്ഞാൽ ഒരു കുട്ടി മാത്രമല്ല എല്ലാ കുട്ടികളും ഓൾമോസ്റ്റ് കടന്നു പോയേക്കാവുന്ന ഒരവസ്ഥയാണ് അവൻ്റെ സ്വന്തം ഐഡൻറ്റിറ്റിയെ ഫൈൻഡ് ഔട്ട് ചെയ്യാനുണ്ടാവുന്ന ബുദ്ധിമുട്ട് എന്നുള്ളത്. ഓക്കെ, സ്വാഭാവികമായിട്ട് കുട്ടിയിൽ ബോഡിലി ചേഞ്ചസ് ഉണ്ടാകുന്ന ഒരു സമയമാണ് പ്യൂബേർട്ടി എന്നുള്ളത്. അപ്പോൾ കുട്ടികൾ ആ ഒരു അഡൾട്ട് ഹുഡിലേക്ക് മെല്ലെ യങ് അഡൾട്ട് ഹുഡിലേക്ക് മെല്ലെ അഡോളസെൻസിൽ നിന്നും മാറി ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമായിരിക്കും. അപ്പോൾ ആ സമയത്ത് കുട്ടികൾക്ക് തന്നെ അവർ വലുതാവുന്നു എന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ബട്ട് അറ്റ് ദ സെയിം ടൈം ദ സൊസൈറ്റൽ റെസ്പോൺസ് ടു ദെയർ ബിലീഫ്സ് ക്യാൻ ബി നെഗറ്റീവ്. അതായത് ഒരു കുട്ടി ഒരു 15, 13, 14 വയസ്സൊക്കെ ഉള്ള ഒരു കുട്ടി വീട്ടിൽ എന്തെങ്കിലും ഡിസ്കഷൻ നടക്കുന്ന സമയത്ത് എന്ത് ചെയ്യും, കുട്ടിയുടെ അഭിപ്രായം പറയും. അതായത് ഇങ്ങനെ ചെയ്താൽ പോരെ എന്നൊക്കെ പറയും. അപ്പോൾ വീട്ടിലുള്ള ഇനി കുട്ടി അഞ്ഞു മിണ്ടണ്ടെന്ന് പറയും. ഓക്കെ, അതായത് നമ്മൾ നാടനായിട്ടുള്ളൊരു ഭാഷ പറഞ്ഞതേ ഉള്ളൂ. അതായത് സിമ്പിളായിട്ട് പറഞ്ഞാൽ കുട്ടിയുടെ മൈൻഡിൽ കുട്ടി ബോഡിലി ഡെവലപ്മെൻറ്റൽ ചേഞ്ചസ് വരുന്നുണ്ട്, മെൻ്റലി കുട്ടി ഗ്രോ ചെയ്യുകയാണെന്നുള്ളൊരു ഫീലിംഗ് ഉണ്ടാവും. ബട്ട് ദ സൊസൈറ്റൽ റെസ്പോൺസ് ഇസ് സ്റ്റിൽ കൺസിഡറിങ് ദ കുട്ടി ആസ് എ കുട്ടി. ഓക്കെ, അതെനിക്ക് ചൈൽഡായിട്ടാണ് കൺസിഡർ ചെയ്യുന്നത്. അപ്പോൾ ആ കുട്ടി സ്വാഭാവികമായിട്ട് എന്ത് ചെയ്യും, വീണ്ടും കൺഫ്യൂഷനിലാവും, വാട്ട് ഐ എം ഗോയിങ് ത്രൂ, വാട്ട് ഐ എം ആയി എന്നുള്ളത്. സോ ഒരു സെൽഫ് എക്സ്പ്ലോറേഷൻ ആ ഒരു സമയത്ത് നടക്കുന്നുണ്ട്. ബേസിക്കലി ഈ ഐഡൻറ്റിറ്റി വേഴ്സസ് റോൾ കൺഫ്യൂഷൻ എന്ന് പറയുന്ന എറിക് എറിക്സൻ്റെ സൈക്കോ സോഷ്യൽ ഡെവലപ്മെൻറ്റൽ സ്റ്റേജിലെ ആ ഒരു സ്റ്റേജസിലെ ആ ഒരു സ്റ്റേജാണ് ഈ ജെയിംസ് മാർഷിയെ ഈ ഒരു പെർട്ടിക്കുലർ തിയറി ഓഫ് ഐഡൻറ്റിറ്റി സ്റ്റാറ്റസിലേക്ക് ലീഡ് ചെയ്തിട്ടുള്ളതെന്നാണ് അദ്ദേഹത്തിൻ്റെ പറഞ്ഞിട്ടുള്ളത്. അപ്പം ജെയിംസ് മാർഷിയാസ് തിയറി ഓഫ് ഐഡൻറ്റിറ്റി സ്റ്റാറ്റസ് നമുക്ക് എന്ത് ചെയ്യാം, ഒന്ന് അതിലെ സ്റ്റാറ്റസുകൾ എടുത്ത് 1 by 1 ആയിട്ടൊന്ന് പരിശോധിക്കാം. ഓക്കെ, മാർഷിയുടെ തിയറി 1960കളിലും 70കളിലൊക്കെ ആയിട്ടാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. 4 ഐഡൻറ്റിറ്റി സ്റ്റാറ്റസുകളായിട്ടാണ് ഹ്യൂമൻ ബീയിങ്സിനെ ജെയിംസ് മാർഷിയ കാറ്റഗറൈസ് ചെയ്യുന്നത്. 4 കേട്ടോ, എത്ര? 4. ഓക്കെ, ബേസ്ഡ് ഓൺ ദെയർ എക്സ്പ്ലോറേഷൻ ഓഫ് ഐഡൻറ്റിറ്റി ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ടു പെർട്ടിക്കുലർ ലൈഫ് ചോയ്സസ്. എന്തിൻ്റെ ബേസിലാണ് ഈ ജെയിംസ് മാർഷിയ ആളുകളെ 4 ആയിട്ട് കൺസിഡർ ചെയ്യുന്നത്, കാറ്റഗറൈസ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവർ എത്രത്തോളം അവരുടെ ഐഡൻറ്റിറ്റിയെ എക്സ്പ്ലോർ ചെയ്തു, എത്രത്തോളം അവർ ഐഡൻറ്റിറ്റിയെ അവർ കൺഫേം ചെയ്ത് സെറ്റ് ചെയ്തു എന്നുള്ളതിൻ്റെ ബേസിലും, അതുപോലെ തന്നെ അവരുടെ ജീവിതത്തിലെ കരിയർ ആവട്ടെ, ഡിഫറെൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുടെ അവരുടെ ചോയ്സുകളുണ്ടല്ലോ, ഈ ചോയ്സുകളുടെയൊക്കെ ബേസിലുമാണ് എന്ത് ചെയ്തിട്ടുള്ളത്, ജെയിംസ് മാർഷിയ ഹ്യൂമൻ ബീങ്സിനെ 4 ഡിഫറെൻ്റ് ഐഡൻറ്റിറ്റി സ്റ്റാറ്റസുകളായിട്ട് തരംതിരിച്ചിട്ടുള്ളത്. ഓക്കെ, അപ്പോൾ ഇതിൻ്റെ ഒരു സെൻട്രൽ ഐഡിയ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇൻഡിവിജ്വൽസ് ഗോ ത്രൂ എ പ്രോസസ് ഓഫ് എക്സ്പ്ലോറേഷൻ ആൻഡ് കമ്മിറ്റ്മെൻറ്റ് ഇൻ വേരിയസ് ലൈഫ് ഡൊമൈൻസ് എന്നുള്ളതാണ്. നമ്മളെ കരിയർ ആവാം, അക്കാദമിക് ആവാം, ഫ്രണ്ട്സ് ആവാം, റിലേഷൻഷിപ്സ് ആവാം, വാട്ട് എവർ ദാറ്റ് ഈസ്, ഇങ്ങനെയുള്ള മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഡൊമൈൻസിലൂടെ ഹ്യൂമൻ ബീങ്സ് എന്ത് ചെയ്യുന്നുണ്ട്, എക്സ്പ്ലോറേഷനിലൂടെ കടന്നു പോകുന്നുണ്ട് എല്ലാ ഹ്യൂമൻ ബീങ്സും എന്ന് ജെയിംസ് മാർഷിയ പറയുന്നു. സച്ച് ആസ് ഓക്യുപ്പേഷൻ, വാല്യൂസ്, റിലേഷൻഷിപ്സ്, ബിലീഫ്സ്, അങ്ങനെയാണ്. ഓക്കെ, അപ്പോൾ അങ്ങനെ നോക്കുന്ന സമയത്ത് ഇതിനൊക്കെ ബേസിൽ ഇതിനൊക്കെ ഒരു സംക്ഷിപ്തമായിട്ട് സമ്മറൈസ് ചെയ്തെടുത്തിട്ട് ജെയിംസ് മാർഷിയ എന്ത് ചെയ്തു, 4 ഐഡൻറ്റിറ്റി
സ്റ്റാറ്റസുകൾ ക്രിയേറ്റ് ചെയ്തു. ശ്രദ്ധിക്കുക, പലതവണ എക്സാമിന് വന്നിട്ടുണ്ട്. 2023 ഡിസംബർ എക്സാമിനും ജെയിംസ് മാർഷിയുടെ തിയറിയെക്കുറിച്ച് ഒരു ക്വസ്റ്റ്യൻ വന്നിരുന്നു, ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റും ഒക്കെ ആയിട്ട് ബന്ധപ്പെട്ട്. ഓക്കെ, അപ്പോൾ എന്തായാലും എന്താണ് ജെയിംസ് മാർഷിയുടെ തിയറിയിലെ സ്റ്റേജസ് എന്നുള്ളത് നമുക്ക് നോക്കാം. ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ, സ്റ്റാറ്റസ് 0. ഓക്കെ, ഒന്നാമത്തെ സ്റ്റാറ്റസ് എന്ന് പറയുമ്പോൾ സ്റ്റാറ്റസ് 0 ആണ് കേട്ടോ. 0 എന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. 0, 1, 2, 3 ആണ് ഉള്ളത്. അപ്പോൾ സ്റ്റാറ്റസ് 0 ആണ് ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്നത്. ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ എന്ന് പറയുന്ന സ്റ്റേജിലുള്ള ആളുകളെ സംബന്ധിച്ചിടത്തോളം ദേ ഹാവൻറ്റ് യെറ്റ് എക്സ്പ്ലോർഡ് മീനിങ്ഫുൾ ആൾട്ടർനേറ്റീവ്സ് നോർ ദേ ഹാവ് മെയ്ഡ് എ കമ്മിറ്റ്മെൻറ്റ് ടു എനി സ്പെസിഫിക് ലൈഫ് പാത്ത് എന്നുള്ളതാണ്. അവരുടെ ലൈഫ് ഇങ്ങനെ പോകണം എന്നുള്ളതിനെ കുറിച്ച് ഒരു പൂർണ്ണമായ തീരുമാനത്തിലെത്തിയിട്ടില്ല എന്ന് മാത്രമല്ല, അവരുടെ ജീവിതത്തിൽ വേണ്ട ഡിഫറെൻ്റ് ആയിട്ടുള്ള ഇന്നതാണ് അല്ലെങ്കിൽ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് നമുക്ക് മുന്നിലുണ്ടാവും. അപ്പോൾ ആ ഓപ്ഷൻസ് ഒന്നും അവർ എക്സ്പ്ലോർ ചെയ്തിട്ടുമില്ല. അങ്ങനെയുള്ള സ്റ്റേറ്റിലുള്ള ആൾക്കാരാണ് ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ സ്റ്റേറ്റിലുള്ള ആളുകൾ എന്ന് പറയുന്നത്. ഓക്കെ, സ്റ്റാറ്റസ് 0. ഞാൻ ഒന്നുകൂടെ പറഞ്ഞുതരാം. നിങ്ങളുടെ മുമ്പിൽ കുറേ ആൾട്ടർനേറ്റീവ് ഓപ്ഷൻ ഉണ്ട്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഡോക്ടർ ആവാം, എഞ്ചിനീയർ ആവാം, ലൈക്ക് CA കാരനാവാം, വാട്ടർ, അങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട് ഇങ്ങനെ മുന്നിൽ ഇങ്ങനെ വന്ന് കിടക്കുന്നുണ്ട്. അപ്പോൾ ഈ ഓപ്ഷൻസിനൊക്കെ എന്താണ് ഇതിൻ്റെയൊക്കെ പോസിറ്റീവ്സും നെഗറ്റീവ്സ് എന്നുള്ളതിനെ കുറിച്ച് നിങ്ങൾ എക്സ്പ്ലോർ ചെയ്തിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ഐഡൻറ്റിറ്റി ഡിഫ്യൂഷനിലല്ല. എക്സ്പ്ലോർ ചെയ്തിട്ടുമില്ല, ഇതിലേതിലേക്കാണ് പോകേണ്ടതെന്ന് തീരുമാനമാക്കിയിട്ടുമില്ല. ഓക്കെ, ഒരു ഡൊമൈൻ ആണല്ലോ അക്കാദമിക് കരിയർ ഡൊമൈൻ എന്നുള്ളത്. അപ്പോൾ ആ ഒരു ഡൊമൈനിലുള്ളൊരു കാര്യമാണ് ഞാൻ ജസ്റ്റ് എടുത്ത് പറഞ്ഞതെന്ന് മാത്രം. പല ഡൊമൈനിലും നമുക്ക് പല ആൾട്ടർനേറ്റീവ്സും ഉണ്ടാവും. ഏതിലൂടെ നമ്മൾ പോകണം, ഇന്നതാണ് ശരി, ഇന്നതാണ് തെറ്റ് എന്നുള്ളതിനെ കുറിച്ച് പല കാര്യങ്ങളും ഉണ്ടാവും. അപ്പോൾ ഇതിലൊന്നും നമ്മൾ എക്സ്പ്ലോർ ചെയ്തിട്ടുമില്ല. ഇതിലേതാണ് ശരി, ഏതാണ് തെറ്റ്, ഏതിലേക്കാണ് പോകേണ്ടതെന്നുള്ളത് തീരുമാനിച്ചിട്ടുമില്ല. ഇങ്ങനത്തെ സ്റ്റേജിനെയാണ് നമ്മൾ ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ സ്റ്റേജ് അഥവാ സ്റ്റാറ്റസ് 0 എന്ന് പറയുന്നത്. ഓക്കെ, ദേ മേ ബി അപ്പാത്തറ്റിക് ഓർ കൺഫ്യൂസ്ഡ് അബൌട്ട് ദ ഐഡൻറ്റിറ്റി ആൻഡ് ലാക്ക് എ ക്ലിയർ സെൻസ് ഓഫ് ഡയറക്ഷൻ. അതായത് ലൈക്ക് ആ ഒരു ഡയറക്ഷൻ, വലത്തോട്ട് പോകണോ ഇടത്തോട്ട് പോകണോ, ഗൂഗിൾ മാപ്പിൻ്റെ കാര്യമല്ല, ലൈഫിൽ എങ്ങോട്ട് പോകണം എന്നുള്ളതിനെ കുറിച്ചുള്ളൊരു ഡയറക്ഷനിൻ്റെ ക്ലാരിറ്റി അവർക്ക് നല്ല രീതിയിലുണ്ടാവും. അതുകൊണ്ട് തന്നെയാണ് അവരെന്ത് ചെയ്യാത്തത്, കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാത്തത്. സോ ദാറ്റ് ഈസ് എക്സാക്ട്ലി ഐഡൻറ്റിറ്റി ഡിഫ്യൂഷൻ ഈസ്. ഇനി രണ്ടാമത്തെ സ്റ്റേജാണ് ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ അഥവാ സ്റ്റാറ്റസ് 1 എന്നുള്ളത്. ഓക്കെ, ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓൾറെഡി എന്ത് ചെയ്തു ആളുകൾ, ഈ ഐഡൻറ്റിറ്റി ഫോർക്ലോഷറിലുള്ള ആൾക്കാരുടെ കാര്യം എന്താ വെച്ച് കഴിഞ്ഞാൽ ഒരു ലൈഫ് പാത്ത് ഓൾറെഡി ഡിസൈഡ് ചെയ്ത് കഴിഞ്ഞു വിത്തൗട്ട് എക്സ്പ്ലോറിങ് എ ലോട്ട്. ഓക്കെ, അതായത് ലൈക്ക് വലിയ കുറച്ചൊക്കെ മടിയാണ്, അതായത് കുറേ ഓപ്ഷൻസൊക്കെ ഉണ്ട്, പക്ഷേ ഇതിനെക്കുറിച്ചൊന്നും എക്സ്പ്ലോർ ചെയ്യാനൊന്നും സമയമില്ല, അല്ലെങ്കിൽ ഒരു എഫേർട്ട് എടുക്കാനുള്ള താല്പര്യമില്ല. അപ്പം ഏതാണെന്നാ അത് വേണേൽ എടുക്കാം എന്നുള്ള രീതിയിൽ അങ്ങനെ എന്താണ് പ്രത്യേകിച്ച് ആലോചിക്കാതെ ഭയങ്കരമായിട്ട് ഓപ്ഷൻസ് ഒന്നും എക്സ്പ്ലോർ ചെയ്യാതെ ഒരു പ്രീ മെച്യൂർഡ് ഡിസിഷനായിട്ട് അവരുടെ ലൈഫ് പാത്ത് ഡിസൈഡ് ചെയ്തിട്ടുള്ള ആളുകളാണ്, സ്റ്റേറ്റ്സ് ആണ് ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ എന്ന് പറയുന്നത്. ശ്രദ്ധിക്കുക, ഇൻ ദിസ് സ്റ്റാറ്റസ് ഹാവ് കമ്മിറ്റഡ് ടു എ സ്പെസിഫിക് ഐഡൻറ്റിറ്റി വിത്തൗട്ട് എൻഗേജിങ് ഇൻ മച്ച് എക്സ്പ്ലോറേഷൻ. പ്രത്യേകിച്ച് ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാനുള്ള ഓപ്ഷൻസ് ഉണ്ടായിട്ടും ഒരുപാട് എക്സ്പ്ലോർ ചെയ്യാതെ എന്താണ് അവരുടെ ഒരു ഐഡൻറ്റിറ്റിയിലേക്ക് കമ്മിറ്റഡ് ആയിട്ടുള്ള ഒരു ഐഡൻറ്റിറ്റി സെലക്ട് ചെയ്തിട്ടുള്ള വ്യക്തികളാണ് ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ സ്റ്റേജിൽ കാറ്റഗറിയിൽ പെടുന്നത്. ഓക്കെ, അപ്പോൾ എനിക്ക് കുറേ ഓപ്ഷൻസ് ഉണ്ടായിരുന്നു, അതായത് ജസ്റ്റ് പല രീതിയിലുള്ള ഓപ്ഷൻസ് ഉണ്ടായിരുന്നു എനിക്ക് ജീവിതത്തിൽ. ഓക്കെ, അപ്പം വിവാഹം കഴിക്കാം, വിവാഹം കഴിക്കാതിരിക്കാം, അതുപോലെ തന്നെ ലിവിങ് ടുഗദർ ആവാം. അപ്പോൾ ഇങ്ങനെ കുറേ ഓപ്ഷൻസ് ഉണ്ട്. അപ്പോൾ ഞാൻ പെട്ടെന്ന് എന്ത് ചെയ്യാണ്, പ്രത്യേകിച്ച് ലിവിങ് ടുഗദറിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കുന്നില്ല, വിവാഹം കഴിക്കാത്തതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കുന്നില്ല, വിവാഹം കഴിച്ചതിൻ്റെ പോസിറ്റീവ് നെഗറ്റീവ് നോക്കുന്നില്ല. അതായത് വിത്തൗട്ട് എൻഗേജിങ് ഇൻ മച്ച് എക്സ്പ്ലോറേഷൻ ഞാൻ എന്ത് ചെയ്യാണ്, കല്യാണം കഴിക്കാം എന്നുള്ള തീരുമാനം എടുക്കുകയാണെങ്കിൽ ദാറ്റ് ഈസ് എക്സാക്ട്ലി വാട്ട് ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ ഈസ്. സിമ്പിൾ അല്ലേ? അതായത് കമ്മിറ്റ് ചെയ്യാണ് ഒരു കാര്യത്തിലേക്ക് അധികം എക്സ്പ്ലോറേഷനും ഇല്ലാതെ. ഓക്കെ, സോ ദെയർ കമ്മിറ്റ്മെൻറ്റ്സ് ആർ ഓഫൺ ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഓഫ് അതേഴ്സ്. ശ്രദ്ധിക്കുക, മറ്റുള്ള ആളുകളുടെ അവരെക്കുറിച്ചുള്ള എക്സ്പെക്ടേഷൻസിൻ്റെ ബേസിലും കൂടി ആയിരിക്കും എന്ത് ചെയ്യുക, അവരിങ്ങനെയുള്ള കാര്യങ്ങളോട് കമ്മിറ്റ് ചെയ്യുക എന്നുള്ളത്. ഇപ്പോൾ വിവാഹത്തിൻ്റെ കാര്യം ഞാൻ കല്യാണം കഴിക്കാൻ തീരുമാനിക്കുക എന്ന് പറയുമ്പോൾ അത് സമൂഹത്തിൻ്റെ ഒരു പ്രഷർ കൂടെ അതിലുണ്ടാവും. ഓക്കെ, മറ്റുള്ള ആളുകൾ ഒരു ഫാമിലി സിസ്റ്റം കൊണ്ടുപോകണമെങ്കിൽ വിവാഹം കഴിക്കണം എന്നുള്ളൊരു സംഭവം നമ്മുടെ നാട്ടിൽ നിലനിൽക്കുന്നതുകൊണ്ട് ഞാൻ കഴിച്ചു കളയാം എന്നുള്ള രീതിയിലാണ് തീരുമാനം എടുത്തെങ്കിൽ ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ, ബിക്കോസ് ദീസ് കമ്മിറ്റ്മെൻറ്റ്സ് ഓഫൺ ബേസ്ഡ് ഓൺ ദ വാല്യൂസ് ആൻഡ് എക്സ്പെക്ടേഷൻസ് ഓഫ് അതേഴ്സ് സച്ച് ആസ് പാരൻസ് ഓർ സോഷ്യൽ നോംസ് റാദർ ദാൻ പേഴ്സണൽ എക്സ്പ്ലോറേഷൻ. പേഴ്സണലി നമുക്ക് വേണ്ടത് കണ്ടെത്തുക എന്നുള്ളതിലുപരി നമ്മൾ കൺസിഡർ ചെയ്യുക സോഷ്യൽ നിയമങ്ങൾ, അതായത് സോഷ്യലി കൺസ്ട്രക്റ്റഡ്
ആയിട്ടുള്ള കുറേ സാധനങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്, തീരെ ആവശ്യമില്ലാത്ത കുറേ കാര്യങ്ങളുണ്ട്, പാട്രിയാർക്കൽ ഹെഗമണി ആയാലും വാട്ട് എവർ ദാറ്റ് ഇസ്. സോ അപ്പോൾ അതുപോലുള്ള കാര്യങ്ങളും പിന്നെ സോഷ്യൽ നോമുകളും പാരൻസിൻ്റെയും ഫ്രണ്ട്സിൻ്റെ ഒക്കെ എക്സ്പെക്ടേഷൻസ് ഒക്കെ വെച്ചിട്ട് നമ്മൾ എന്ത് ചെയ്യാണ്, ഒരു കാര്യത്തിനോട് അങ്ങ് കമ്മിറ്റ് ചെയ്യാണ്, പ്രത്യേകിച്ച് എക്സ്പ്ലോറേഷൻ ഒന്നും ഇല്ലാത്തത്. സോ ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി ഫോർക്ലോഷർ. ഓക്കെ, ഇനി നെക്സ്റ്റ് വൺ ആണ് ഐഡൻറ്റിറ്റി മൊറട്ടോറിയം എന്ന് പറയുന്നത്. സ്റ്റാറ്റസ് 2 ആണ് ഐഡൻറ്റിറ്റി മൊറട്ടോറിയം എന്നുള്ളത്. ഐഡൻറ്റിറ്റി മൊറട്ടോറിയം ആക്ച്വലി എന്താണ്, ഒരു നല്ലൊരു സ്റ്റേജാണ്. ലൈക്ക് നമ്മുടെ ലൈഫിലെ ഈ 4 സ്റ്റേജസിൽ മേ ബി ഒരു ക്രൂഷ്യൽ സ്റ്റേജാണ് ഐഡൻറ്റിറ്റി മൊറട്ടോറിയം എന്ന് പറയാം. കാരണം നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് നമുക്ക് കിട്ടാവുന്ന എല്ലാ സ്റ്റേജുകളും എല്ലാ ആൾട്ടർനേറ്റീവ്സും വ്യക്തമായിട്ട് ക്ലിയർ ആയിട്ട് എക്സ്പ്ലോർ ചെയ്യുന്ന സ്റ്റേജാണ് ഐഡൻറ്റിറ്റി മൊറട്ടോറിയം എന്നുള്ളത്. എക്സ്പ്ലോറേഷൻ നടന്നുകൊണ്ടിരിക്കുകയായിരിക്കും, കണ്ടിന്യൂസ് എക്സ്പ്ലോറേഷൻ ആയിരിക്കും, എന്നാലോ ഒരു ക്ലിയർ പാത്തിൻ്റെ ഡിസിഷനിലേക്ക് എത്തിയിട്ടുണ്ടാവില്ല. ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി മൊറട്ടോറിയം സ്റ്റാറ്റസ് 2. ഓക്കെ, അതായത് ഒന്നുകൂടെ പറയാം, ആക്റ്റീവ്ലി എക്സ്പ്ലോറിങ് വേരിയസ് ആൾട്ടർനേറ്റീവ്സ് ബട്ട് ഹാവ് നോട്ട് യെറ്റ് മെയ്ഡ് എ ഫൈനൽ കമ്മിറ്റ്മെൻറ്റ്. ഫൈനലായിട്ട് ഒരു പാത്തിനോട് നമ്മൾ കമ്മിറ്റ്മെൻ്റ് ഒന്നും ഉണ്ടാക്കിയിട്ടുണ്ടാവില്ല, എന്ന് തന്നെ സെലക്ട് ചെയ്യണമെന്നുള്ള തീരുമാനം എടുത്തിട്ടുണ്ടാവില്ല. പക്ഷേ ഏതൊക്കെ ഓപ്ഷൻസ് ഉണ്ടോ അതിനൊക്കെ നമ്മൾ ആക്റ്റീവായിട്ട് ഫുൾ ടൈം എക്സ്പ്ലോർ ചെയ്യുന്ന സ്റ്റേജാണ് എന്ത്, ഐഡൻറ്റിറ്റി മൊറട്ടോറിയം എന്ന് പറയുന്നത്. ദിസ് സ്റ്റേജ് ഇൻവോൾവ്സ് എ പീരീഡ് ഓഫ് ക്വസ്റ്റ്യനിങ്. ശ്രദ്ധിക്കുക, ഈ പീരീഡിൽ ഐഡൻറ്റിറ്റി മൊറട്ടോറിയത്തിൽ നമ്മൾ കാര്യങ്ങളെ ക്വസ്റ്റ്യൻ ചെയ്തുകൊണ്ടിരിക്കും. അതെന്തുകൊണ്ടാണ് അങ്ങനെ, ഇതെന്തുകൊണ്ടാണ് ഇങ്ങനെ, അതെന്തുകൊണ്ടും അങ്ങനെ ആയിക്കൂടാ, അങ്ങനത്തെ ക്വസ്റ്റ്യനിങ് ഉണ്ടാവും. ആൻഡ് ട്രൈങ് ഔട്ട് ഡിഫറെൻറ്റ് റോൾസ്, നമ്മൾ ഡിഫറെൻ്റ് ആയിട്ടുള്ള സൊസൈറ്റൽ റോളുകൾ ട്രൈ ഔട്ട് ചെയ്തുകൊണ്ടേയിരിക്കും. ആൻഡ് എക്സ്പെരിമെൻറ്റ് വിത്ത് ഡിഫറെൻറ്റ് ലൈഫ് പാത്ത്സ്. ഓക്കെ, ചിലപ്പം ഹിച്ച് ഹൈക്കിങ്ങിന് പോകുക എന്നുള്ള ആ ഒരു ഹിച്ച് ഹൈക്കർ നൊമാഡിനെയൊക്കെ പോലെ, നമ്മളെ മഹീനെയൊക്കെ പോലെ എന്ത് ചെയ്യാണ്, ആ ഒരു ലൈഫ് സ്റ്റൈൽ പിന്നെ സെലക്ട് ചെയ്യണമെന്ന് തീരുമാനിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ കുറച്ച് ചിലപ്പം ഒന്ന് പിന്നെ അടുത്ത സ്റ്റേറ്റിൽ വരെ ഒന്ന് ഹിച്ച് ഹൈക്കിന് ഒന്ന് പോയി നോക്കും, നിങ്ങൾക്ക് നടക്കുന്ന കാര്യമാണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ എന്താണ് എക്സ്പെരിമെൻറ്റിങ് വിത്ത് ഡിഫറെൻറ്റ് ലൈഫ് പാത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം ഒന്ന് ലൈക്ക് എന്താണ് എക്സ്പീരിയൻസ് ചെയ്ത് നോക്കുക, നിങ്ങൾക്ക് അത് ഓക്കെ ആണെന്ന് അറിയാൻ വേണ്ടിയിട്ട്. സോ അതൊക്കെ ഐഡൻറ്റിറ്റി മൊറട്ടോറിയത്തിൽ പെട്ടതാണ്. മാക്സിമം എക്സ്പ്ലോറേഷൻ, എല്ലാ രീതിയിലുള്ള എക്സ്പ്ലോറേഷൻ ഉണ്ടാവും, എന്നാലോ ഒരു കംപ്ലീറ്റ് ഐഡൻറ്റിറ്റിയിലേക്ക് കമ്മിറ്റഡ് ആയിരിക്കുകയില്ല. ദാറ്റ് ഈസ് ഐഡൻറ്റിറ്റി മൊറട്ടോറിയം. ഇനി അടുത്ത ആൻഡ് ലാസ്റ്റ് സ്റ്റേജാണ് ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ് സ്റ്റേജ് എന്ന് പറയുന്നത്. ഓക്കെ, ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ് സ്റ്റേജ് അഥവാ സ്റ്റാറ്റസ് 3, ഇതാണ് ഈ സ്റ്റേജുകളിൽ ഏറ്റവും മെച്വർ ആൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള ഐഡൻറ്റിറ്റി സ്റ്റാറ്റസ് ഉള്ള സ്റ്റേജ്. നിങ്ങൾ മനസ്സിലായിട്ടുണ്ടോ, പേര് തന്നെ അച്ചീവ്മെൻറ്റ് എന്നുണ്ടല്ലോ. അതായത് നിങ്ങൾ എന്ത് ചെയ്തു, ഐഡൻറ്റിറ്റി മൊറട്ടോറിയം സ്റ്റേറ്റിലെല്ലാം എക്സ്പ്ലോർ ചെയ്ത് കഴിഞ്ഞു, അങ്ങനെ നിങ്ങളൊരു തീരുമാനത്തിലായി. ഓക്കെ, നിങ്ങൾ ഒരു സ്റ്റേറ്റിലേക്ക് സക്സസ്ഫുള്ളി എക്സ്പ്ലോറേഷനൊക്കെ കഴിഞ്ഞ് ഡിഫറൻസ് ഓപ്ഷൻസ് ഒക്കെ എന്ത് ചെയ്തു, നിങ്ങൾ നല്ല രീതിയിൽ എക്സ്പ്ലോർ ചെയ്തു, എന്നിട്ടൊരു പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് ടു എ പെർട്ടിക്കുലർ ഐഡൻറ്റിറ്റി സെറ്റാക്കി. നിങ്ങൾ ആരാണ് എന്നുള്ളതിനെക്കുറിച്ച്, നിങ്ങളുടെ ജീവിതത്തിൽ എന്ത് ചെയ്യണം എന്നുള്ളതിനെക്കുറിച്ച്, നിങ്ങൾ 5 വർഷത്തിന് ശേഷം എന്തായിരിക്കും എന്നുള്ളതിനെക്കുറിച്ച് പ്രോപ്പറായിട്ടുള്ളൊരു ഐഡിയ നിങ്ങൾക്ക് കിട്ടി. അതായത് നിങ്ങൾ ഇങ്ങനെ പോയി അങ്ങനെ ആവുന്നുള്ളതിനെ കുറിച്ച് ഒരു ഐഡിയ കിട്ടി, ഒരു ബേസിക് ഐഡിയ കിട്ടി. നിങ്ങളുടെ ലൈഫ് പാത്ത് ഇതാണ്, ഇനി എൻ്റെ ജീവിത വഴി അഹിംസയാണ് എന്നൊക്കെ പണ്ട് ഗാന്ധിജി പറഞ്ഞിട്ടല്ലോ. അപ്പോൾ ഗാന്ധി ടുക്ക് ദ പാത്ത് ഓഫ് ആ ഒരു അഹിംസയുടെ ഒരു കാര്യം എന്ത് ചെയ്തു, ലൈക്ക് ഗാന്ധിജി സെലക്ട് ചെയ്തു. അതുപോലെ തന്നെ നിങ്ങൾ നിങ്ങളുടെ രീതി എന്ത് ചെയ്യും, സെലക്ട് ചെയ്യും, അതിലേക്ക് കമ്മിറ്റഡ് ആവും. ഞാൻ ഇങ്ങനെയൊക്കെയാണ് ഇനി ജീവിക്കുക, എൻ്റെ ലൈഫ് ഇങ്ങനെയൊക്കെ ആയിരിക്കണം എന്നുള്ളതിനെക്കുറിച്ചുള്ള കംപ്ലീറ്റ് ആയിട്ടുള്ള ഒരു ലൈഫ് പാത്തിനോടുള്ള കമ്മിറ്റ്മെൻറ്റ് ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റിൽ നിങ്ങൾ എന്ത് ചെയ്യും. സ്റ്റാറ്റസ് 3 ആണ് ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ് എന്നുള്ളത്. സോ മോസ്റ്റ് പോസിറ്റീവ് ആൻഡ് മെച്വേർഡ് ഐഡൻറ്റിറ്റി സ്റ്റാറ്റസ്. ഇൻഡിവിജ്വൽസ് എല്ലാ എക്സ്പ്ലോറേഷനും ശേഷം ഹൗ മെയ്ഡ് എ പേഴ്സണൽ കമ്മിറ്റ്മെൻറ്റ് ടു എ പേഴ്സണൽ ഐഡൻറ്റിറ്റി. ഒരു എന്താണ് പെർട്ടിക്കുലർ ഐഡൻറ്റിറ്റീനെ നമ്മളങ്ങ് സെലക്ട് ചെയ്തിട്ട് അതിനോട് കംപ്ലീറ്റ്ലി കമ്മിറ്റഡ് ആവുക. ദേ ഹാവ് എ ക്ലിയർ സെൻസ് ഓഫ് ഹൂ ദേ ആർ ആൻഡ് വാട്ട് ദേ വാണ്ട്. നമ്മൾ എന്താണ് എന്നുള്ളതിനെ കുറിച്ചുള്ള ആ ഒരു ക്ലിയർ ഐഡിയ, അതുപോലെ തന്നെ നമ്മൾ എന്താണ് ചെയ്യാൻ പോകുന്നത്, നമുക്ക് എന്താണ് വേണ്ടത്, നമുക്ക് എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യാൻ പറ്റും, ചെയ്യാൻ പറ്റില്ല, അവർ പോസിറ്റീവ്സ്, അവർ നെഗറ്റീവ്സ്, അവർ ബ്ലെമിഷസ്, എവറിത്തിങ് വിൽ ബി ക്ലിയർ ആൻഡ് ക്ലാരിഫൈഡ് ഇൻ ദിസ് ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ് സ്റ്റേറ്റ്. അപ്പം ഇതൊക്കെയാണ് ജെയിംസ് മാർഷിയുടെ 4 ഐഡൻറ്റിറ്റി സ്റ്റാറ്റസ് സ്റ്റേജുകൾ എന്ന് പറയുന്നത്. സോ മാർഷിയുടെ തിയറി ആക്ച്വലി എക്സ്പ്ലോറേഷനും കമ്മിറ്റ്മെൻറ്റും, ഓക്കെ, ഐഡൻറ്റിറ്റി ഡെവലപ്മെൻറ്റിലെ എക്സ്പ്ലോറേഷനും അതുപോലെ തന്നെ കമ്മിറ്റ്മെൻറ്റിനും എത്രത്തോളം ഇമ്പോർട്ടൻസ് ഉണ്ട് എന്ന് പറയുന്ന ഒരു തിയറി കൂടിയാണ്. So it recognizes that individuals may move throughout the status in somewhat fluid manner and achieving stable and dynamic is an
ആൻഡ് ഓൺ ഗോയിങ് പ്രോസസ്സ് എന്നുള്ളതാണ്. അതായത് ഈ ഒരു ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ് എന്നുള്ളത് അതൊരു ഓൺ ഗോയിങ് പ്രോസസ്സാണ്. ഈവൻ ദോ വി ആർ കമ്മിറ്റഡ് ടു എ സർട്ടൻ അച്ചീവ്ഡ് സ്റ്റേറ്റ് വി മേ ചേഞ്ച് ഇൻ ദ ഫ്യൂച്ചർ എന്നുള്ളത് ഒരിക്കലും പറയാൻ പറ്റാത്തൊരു കാര്യമാണ്. ഇറ്റ്സ് നോട്ട് പ്രെഡിക്റ്റബിൾ എന്ന് കൂടെ ജെയിംസ് മാർഷ്യ പറയുന്നുണ്ട്. എന്തായാലും ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ജെയിംസ് മാർഷ്യസ് തിയറി ഓഫ് ഐഡൻറ്റിറ്റി അച്ചീവ്മെൻറ്റ്. എന്തായാലും നമുക്ക് വീണ്ടും നമ്മളൊരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള നെറ്റിന് റിലവൻ്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക്കുമായിട്ട് നമ്മൾ വീണ്ടും കാണും. അതുവരേക്കും ഗുഡ് ബൈ. ഐഫറിൻ്റെ ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തു എന്നുള്ള ഉറപ്പ് വരുത്താം. സോ യു വിൽ റിസീവ് മോർ വീഡിയോസ്. താങ്ക് യു.